അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചില മുൻവർഷ ചോദ്യങ്ങളാണ്. അപ്പോൾ കൃത്യമായിട്ട് ക്ലാസ്സുകൾ കാണുക. എക്സ്ട്രാ പോയിന്റ്സുകൾ കുറേ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും എക്സാമിന്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യമാണ്, മെനിഞ്ചൈറ്റിസ് ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? മെനിഞ്ചൈറ്റിസ് ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? ഹൃദയം, ശ്വാസകോശം, തലച്ചോറ്, വൃക്ക. ഓക്കെ, ആൻസർ തലച്ചോറാണ് അല്ലേ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മെനിഞ്ചൈറ്റിസ്. നമുക്കറിയാം ബാക്ടീരിയ മൂലമോ അല്ലെങ്കിൽ ഫംഗസ് മൂലമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ വൈറസ് മൂലമോ ഒക്കെ ഉണ്ടാകുന്ന മെനിഞ്ചസിനുണ്ടാകുന്ന അണുബാധയാണ്. എന്താണ് മെനിഞ്ചസ് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം നമ്മുടെ തലച്ചോറിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന 3 പാളികളുള്ള ഒരു സ്ഥലമുണ്ട്. അതിൻ്റെ പേരാണ് എന്ത്? മെനിഞ്ചസ് അല്ലേ. തലച്ചോറിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന 3 പാളികളുള്ള ഒരു സ്ഥലമുണ്ട്, ഒരു മെംബ്രൈൻ ഉണ്ട്. അതിൻ്റെ പേരാണ് എന്ത്? മെനിഞ്ചസ്. ബാക്ടീരിയ മൂലമോ അല്ലെങ്കിൽ വൈറസ് മൂലമോ അല്ലെങ്കിൽ പ്രോട്ടോസോവൻ മൂലമോ അല്ലെങ്കിൽ ഫംഗസ് മൂലമോ ഒക്കെ എന്ത് സംഭവിക്കാറുണ്ട്? ഈ മെനിഞ്ചസിന് അണുബാധ ഉണ്ടാകാറുണ്ട്. നമ്മൾ ഇതിനെയാണ് മെനിഞ്ചൈറ്റിസ് എന്ന് വിളിക്കുന്നത്, മെനിഞ്ചൈറ്റിസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ്. അങ്ങനെയാണെങ്കിൽ എക്സാമിന് ചോദിക്കാം, ബ്രോങ്കൈറ്റിസ്, അതുപോലെ തന്നെ ആസ്മ, എംബിസീമ, ഇതൊക്കെ ആരെ ബാധിക്കുന്ന രോഗമാണ്? ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗമാണ് അല്ലേ. ബ്രോങ്കൈറ്റിസ് ആയിക്കോട്ടെ, ദെൻ എംബിസീമ ആയിക്കോട്ടെ. എക്സാമിന് പലപ്പോഴും എംബിസീമ ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ബ്രോങ്കൈറ്റിസ്, എംബിസീമ, ആസ്മ, ഇതൊക്കെ പ്രധാനമായിട്ടും ആരെ ബാധിക്കുന്ന രോഗമാണ്? ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗമാണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വൃക്കയെക്കുറിച്ച് നിങ്ങൾക്കറിയാം. ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവമാണെന്ത്? വൃക്ക. ഓക്കെ, ശരീരത്തിലെ അരിപ്പ എന്നാണ് വൃക്കയെ വിളിക്കുന്നത്. നമ്മുടെ രക്തത്തിൽ നിന്ന് യൂറിയ പോലുള്ള മാലിന്യങ്ങളെ അരിച്ചു മാറ്റുന്ന, രക്തത്തിൽ നിന്ന് യൂറിയ പോണക്കുള്ള അവയവങ്ങളെ അരിച്ചു മാറ്റുന്ന അവയവമാണെന്ത്? നമ്മളുടെ വൃക്ക. ഓക്കെ, നെഫ്രൈറ്റിസ്, വൃക്കയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗമാണ് നെഫ്രൈറ്റിസ് അല്ലേ. നെഫ്രൈറ്റിസ്, വൃക്കാവീക്കം എന്ന് പറയാം. നെഫ്രൈറ്റിസ് ഒക്കെ ബാധിക്കുന്ന ആരെയാണ്? വൃക്കയാണത്. ഓക്കെ, പിന്നീട് വൃക്കയിലെ കല്ല് നിങ്ങൾക്കറിയാം. വൃക്കയിലെ കല്ല് നമ്മുടെ കാൽഷ്യം ഓക്സലേറ്റ് പോണക്കുള്ള ലവണങ്ങൾ വൃക്കയിൽ അടിഞ്ഞുകൂടിയാൽ അവിടെ അത് സ്റ്റോണായിട്ട് മാറാറുണ്ട്. അതാണ് നമ്മൾ വൃക്കയിലെ കല്ലെന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഇതൊക്കെ എക്സാമിന് ചോദിക്കാവുന്ന ചില ഭാഗങ്ങളാണ്, മനസ്സിലാക്കി വെക്കുക. ശരി, അടുത്ത ക്വസ്റ്റ്യൻ, കേൾവിക്ക് സഹായിക്കുന്ന ആന്തരകർണത്തിൻ്റെ ഭാഗം ഏതാണ്? കേൾവിക്ക് സഹായിക്കുന്ന ആന്തരകർണത്തിൻ്റെ ഭാഗം കോക്ലിയ, വെസ്റ്റിബ്യൂള്, അർദ്ധവൃത്താകാര കുഴലുകൾ, കർണനാളം. കുട്ടികളെ അതെന്താ? നമ്മുടെ കോക്ലിയ ആണ് അല്ലേ. നമുക്കറിയാം നമ്മുടെ ചെവിക്ക് 3 ഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ബാഹ്യകർണമുണ്ട്, മധ്യകർണമുണ്ട്, ആന്തരകർണമുണ്ട്. ഏതൊക്കെയാണ്? ബാഹ്യകർണമുണ്ട്, മധ്യകർണമുണ്ട്, ആന്തരകർണമുണ്ട്. ഈ മധ്യകർണത്തിലാണ് നമ്മൾ ആരെ കാണുന്നത്? അസ്ഥികൾ കാണപ്പെടുന്നത്. ഏതൊക്കെയാണ് ചെവിയിലെ അസ്ഥികൾ? മാലിയസ്, ഇൻഗസ്, സ്റ്റേപ്പിസ്. നിങ്ങൾക്കറിയാം അല്ലേ. മാലിയസ്, ഇൻഗസ്, സ്റ്റേപ്പിസ്. മാലിയസ്, ഇൻഗസ്, സ്റ്റേപ്പിസ്, ഇതല്ലേ നമ്മുടെ ചെവിയിലെ അസ്ഥികൾ. അപ്പോൾ ചെവിയിലെ അസ്ഥികൾ എവിടെ കാണപ്പെടുന്നത്? മധ്യകർണത്തിലാണ് അല്ലെ, മിഡിൽ ഇയറിലാണ് അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ് മിഡിൽ ഇയറിലെ അസ്ഥികൾ? മധ്യകർണത്തിലെ അസ്ഥികൾ ഏതൊക്കെയാണ്? ഏതൊക്കെയാണ് മിസ് എന്ന് പറഞ്ഞാൽ? മാലിയസ്, ഇൻഗസ്, സ്റ്റേപ്പിസ്. ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി അല്ലേ കുട്ടികളെ സ്റ്റേപ്പിസ്? ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണെന്ത്? സ്റ്റേപ്പിസ്. ഇനി നമ്മൾ ആന്തരകർണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആന്തരകർണത്തിൽ ആരൊക്കെയുണ്ട്? നമുക്കറിയാം അവിടെ കോക്ലിയുണ്ട്, വെസ്റ്റിബ്യൂളുണ്ട്, അർദ്ധവൃത്താകാര കുഴലുകളുണ്ട്. ഇവർ 3 പേരും എന്തിൻ്റെ ഭാഗമാണ്? നമ്മുടെ ആന്തരകർണത്തിൻ്റെ ഭാഗമാണ്. അതിൽ വെസ്റ്റിബ്യൂളും അർദ്ധവൃത്താകാര കുഴലുകളും ശരീരത്തിൻ്റെ തുലന നിലയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് അല്ലേ. എന്തൊക്കെയാണ്? അർദ്ധവൃത്താകാര കുഴലുകളും വെസ്റ്റിബ്യൂളും എന്തുമായി ബന്ധപ്പെട്ടയാണ്? ശരീരത്തിൻ്റെ തുലന നിലയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണെന്നുണ്ടെങ്കിൽ കേൾവിയുമായി ബന്ധപ്പെട്ട ആന്തരകർണത്തിലെ ഭാഗമാണ് കോക്ലിയ അല്ലേ. ഒച്ചിൻ്റെ തോട് പോണക്കിരിക്കുന്ന ചുരുണ്ടിരിക്കുന്ന ഭാഗം അല്ലേ. ഒച്ചിൻ്റെ തോട് പോലെ ചുരുണ്ടിരിക്കുന്ന ഭാഗത്തെയാണ് നമ്മൾ കോക്ലിയ എന്ന് വിളിക്കുന്നത്. ആ കോക്ലിക്കകത്ത് ആരുണ്ട്? ഓർഗൻ ഓഫ് കോർട്ടി എന്നറിയപ്പെടുന്നൊരു ഭാഗമുണ്ട്. കോക്ലിക്കകത്ത് ആരുണ്ട് കുട്ടികളെ? ഓർഗൻ ഓഫ് കോർട്ടി അല്ലയോ. കോക്ലിയക്കകത്ത് ഓർഗൻ ഓഫ് കോർട്ടി എന്നറിയപ്പെടുന്ന ഒരു ഭാഗമുണ്ട്. അതാണ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കേൾവിക്ക് സഹായിക്കുന്ന ഭാഗം. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? നമ്മുടെ ചെവിക്ക് 3 ഭാഗങ്ങളുണ്ട്: ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം. അസ്ഥികൾ കാണപ്പെടുന്നത് മധ്യകർണത്തിലാണ്. ഏതൊക്കെ അസ്ഥികൾ? മാലിയസ്, ഇൻഗസ്, സ്റ്റേപ്പിസ്. ഏറ്റവും ചെറിയ അസ്ഥിയാണെന്ത്? സ്റ്റേപ്പിസ്. ഓക്കെ, ഇനി പറഞ്ഞു നമ്മുടെ ആന്തരകർണത്തിൽ ആരൊക്കെയുണ്ട്?
കോക്ലിയുണ്ട്, അർദ്ധവൃത്താകാര കുഴലുകളുണ്ട്, ദെൻ വെസ്റ്റിബ്യൂളുണ്ട്. അർദ്ധവൃത്താകാര കുഴലുകളും വെസ്റ്റിബ്യൂളും എന്താണ്? ശരീരത്തിൻ്റെ തുലന നിലയുമായി ബന്ധപ്പെട്ട ഭാഗമാണെങ്കിൽ നമ്മുടെ കേൾവിയുമായി ബന്ധപ്പെട്ട ഭാഗമാണെന്ത്? കോക്ലിയ. കോക്ലിയയ്ക്കുള്ള ആരുണ്ട്? ഓർഗൻ ഓഫ് കോർട്ടി എന്നറിയപ്പെടുന്ന ഒരു ഭാഗമുണ്ട്. അതാണ് പ്രധാനമായിട്ടും നമ്മുടെ കേൾവിക്ക് സഹായിക്കുന്നത്. ഒച്ചിൻ്റെ തോട് പോലെ ചുരുണ്ടിരിക്കുന്ന ഭാഗമാണ് കോക്ലിയ. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കിങ്ഡം മൊണീറയുടെ സവിശേഷത എന്താണ്? കിങ്ഡം മൊണീറ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നിങ്ങൾ RH വിറ്റാക്കറിൻ്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പഠിച്ചിട്ടുണ്ടല്ലേ? ഏതൊക്കെയാണോ RH വിറ്റാക്കറിൻ്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ? കിങ്ഡം മൊണീറ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചെ, കിങ്ഡം പ്ലാന്റേ, കിങ്ഡം അനിമേലിയ, അല്ലേ? എന്താ കിങ്ഡം മൊണീറ? കിങ്ഡം മൊണീറ എന്ന് പറയുമ്പോൾ അവിടെ പ്രോക്യാരിയോട്ടുകളാണ് വരുന്നത്, അല്ലേ? എന്താണ് പ്രോക്യാരിയോട്ടുകൾ? വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്ത, അല്ലെങ്കിൽ എന്താണ് നമുക്ക് പറയാം, മർമ്മസ്തരമില്ലാത്ത, അല്ലെ? വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്ത അല്ലെങ്കിൽ മർമ്മസ്തരമില്ലാത്ത കോശങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രോക്യാരിയോട്ടുകൾ എന്ന് വിളിക്കുന്നത്, അല്ലേ? പ്രോക്യാരിയോട്ടുകൾക്ക് ഉദാഹരണമാണെന്ത്? ബാക്ടീരിയ, ദെൻ സയാനോ ബാക്ടീരിയ, മൈക്കോപ്ലാസ്മ. ഓക്കെ, ഏതൊക്കെയാണ്? ബാക്ടീരിയ, മൈക്കോപ്ലാസ്മ, സയാനോ ബാക്ടീരിയ, ഇവരൊക്കെ പ്രോക്യാരിയോട്ടുകൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ എന്താണ് ആ പ്രോക്യാരിയോട്ടുകൾ വരുന്ന വിഭാഗമാണ് കിങ്ഡം മൊണീറ. അപ്പോൾ എന്തൊക്കെയാണ് കിങ്ഡം മൊണീറയുടെ സവിശേഷത എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകോശ ജീവി. ഓക്കെ, ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. പരപോഷികളായ സഞ്ചാരശേഷിയുള്ള ബഹുകോശ ജീവികൾ, തെറ്റാണ്. ന്യൂക്ലിയസോടുകൂടി ഏകോശ ജീവികൾ, തെറ്റാണ്. സ്വപോഷികളായ സഞ്ചാരശേഷിയില്ലാത്ത ബഹുകോശ ജീവി, അതും എന്താണ്? തെറ്റാണ്. അപ്പോൾ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവി എന്നാണ്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് 100% ശരിയല്ല, പക്ഷേ നമ്മുടെ സ്കൂൾ ടെസ്റ്റുകൾ അനുസരിച്ച് ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് കേട്ടോ. നമുക്ക് ഈ പ്രോക്യാരിയോട്ടുകൾ എന്ന് പറയുമ്പോൾ, മൊണീറ എന്ന് പറയുമ്പോൾ അവർക്ക് ന്യൂക്ലിയസ് ഉണ്ട്, പക്ഷേ ന്യൂക്ലിയർ മെംബ്രൈൻസ് ഒന്നുമില്ല. അങ്ങനെ ഇരുന്നാലും നമുക്ക് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാക്കി എടുക്കാം. നമുക്ക് ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ, ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കിങ്ഡം മൊണീറ എന്ന് പറയുന്നത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ന്യൂക്ലിയസോടുകൂടി ഏകകോശ ജീവികളെ നമ്മൾ എന്താ? പ്രോട്ടിസ്റ്റ് എന്ന് പറയുന്നു. ഇവരല്ലേ പ്രോട്ടിസ്റ്റുകൾ? ഇവരെയല്ലേ നമ്മൾ പ്രോട്ടിസ്റ്റുകൾ എന്ന് വിളിക്കുന്ന? പ്രോട്ടിസ്റ്റ് അല്ലേ? ന്യൂക്ലിയസോടുകൂടിയ ഏകകോശ ജീവികളല്ലേ പ്രോട്ടിസോവ, പ്രോട്ടിസ്റ്റ്, അമീബ, പാരമീസിയം, അവരൊക്കെ കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ വരുന്ന ആൾക്കാരാണ് കേട്ടോ, പ്രോട്ടോസോവകൾ. ഇനി പരപോഷികളായ സഞ്ചാരശേഷിയുള്ള ബഹുകോശ ജീവികളെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഇവരാണ് നമ്മളെ ആനിമൽസ്, അല്ലയോ? അനിമേലിയ, കിങ്ഡം അനിമേലിയ. ഇതാണ് കിങ്ഡം അനിമേലിയ, കിങ്ഡം അനിമേലിയ, അല്ലേ? ഇനി സ്വപോഷികളായ സഞ്ചാരശേഷി ഇല്ലാത്ത ബഹുകോശ ജീവികൾ, ഇവരാണ് നമ്മളുടെ കിങ്ഡം പ്ലാന്റേ, കിങ്ഡം പ്ലാന്റേ, കിങ്ഡം പ്ലാന്റേ, കിങ്ഡം പ്ലാന്റേ. ക്ലിയർ? ഓക്കെ ആണല്ലോ? അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഈ ഒരു ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പലപ്പോഴും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവായി കണക്കാക്കുന്നത്, ഫാദർ ഓഫ് ജെനറ്റിക്സ് ആരാണ്? ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവായി കണക്കാക്കുന്നത് എറിക് ഷെർമാർക്ക്, കാൾ കോറൻസ്, ഹൂഗോ ഡിവ്രീസ്, ഗ്രിഗർ ജൊഹാൻ മെൻഡൽ. കുട്ടികളെ ആൻസർ ഗ്രിഗർ ജൊഹാൻ മെൻഡൽ ആണ്. അദ്ദേഹമാണ് ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവ്, അല്ലേ? ഫാദർ ഓഫ് ജെനറ്റിക്സ് അല്ലെങ്കിൽ ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണത്? ഗ്രിഗർ ജൊഹാൻ മെൻഡൽ ആണ്. ഓക്കെ, വംശപാരമ്പര്യത്തെയും വ്യതിയാനത്തെയും കുറിച്ചുള്ള പഠനമല്ലേ ജെനറ്റിക്സ്? വംശപാരമ്പര്യത്തെയും വ്യതിയാനത്തെയും കുറിച്ചുള്ള പഠനമാണത് ജെനറ്റിക്സ്. ഫാദർ ഓഫ് ജെനറ്റിക്സ് ആരാണ്? ഗ്രിഗർ ജൊഹാൻ മെൻഡൽ ആണ്. ഇനി ഈ എറിക് ഷെർമാർക്കും കാൾ കോറൻസും ഹ്യൂഗോ ഡിവ്രീസിനും ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? ഇവരാണ് മെൻഡലിൻ്റെ വർക്കിനെ റീഡിസ്കവർ ചെയ്തത്. ഈ മെൻഡല് മരിക്കുന്ന സമയം വരെയും മെൻഡലിന് ഒരു പരിഗണനയും കിട്ടിയ, ഒരു റെക്കഗ്നീഷനും കിട്ടിയിരുന്നില്ല. ഓക്കെ, അദ്ദേഹം കുറേ പേപ്പറുകളൊക്കെ സബ്മിറ്റ് ചെയ്തു. അന്നത്തെ ആൾക്കാർ ആ പേപ്പറുകളൊക്കെ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്, അല്ലേ? അപ്പോൾ ആരാലും അറിയപ്പെടാതെ മെൻഡൽ മരണപ്പെടുകയാണ് ചെയ്തത്. എന്നാൽ മെൻഡൽ ചെയ്തൊക്കെ ശരിയാണെന്നും അദ്ദേഹത്തിൻ്റെ വർക്കുകളൊക്കെ റീഡിസ്കവർ ചെയ്ത് റീപബ്ലിഷ് ചെയ്ത ആൾക്കാരാണ് ആരൊക്കെ? എറിക് ഷെർമാർക്കും കാൾ കോറൻസും ഹ്യൂഗോ ഡിവ്രീസും. ഇത് നമ്മളുടെ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പം മെൻഡലിൻ്റെ വർക്കുകളെ റീഡിസ്കവർ ചെയ്തിട്ട് റീപബ്ലിഷ് ചെയ്ത ആരൊക്കെയാണത്? എറിക് ഷെർമാർക്ക്, കാൾ കോറൻസ്, ഹ്യൂഗോ ഡിവ്രീസ്. ഈ ഹ്യൂഗോ ഡിവ്രീസ് ആണ് ഉൽപരിവർത്തന സിദ്ധാന്തം ആവിഷ്കരിച്ചത്. ഓക്കെ, അതും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. 2020 UPSCയുടെ ചോദ്യമായിരുന്നു അത്. ഉൽപരിവർത്തന സിദ്ധാന്തം, മ്യൂട്ടേഷൻ തിയറി ആരാണ് ആവിഷ്കരിച്ചത്? ഹ്യൂഗോ ഡിവ്രീസ്. ആരാണത്? ഹ്യൂഗോ ഡിവ്രീസ് ആണ് ഉൽപരിവർത്തന സിദ്ധാന്തം അല്ലെങ്കിൽ മ്യൂട്ടേഷൻ തിയറി ആവിഷ്കരിച്ചത്. ഓക്കെ, ക്ലിയർ? ഇതേപോലെ കണക്റ്റഡ് പോയിന്റ്സുകളൊക്കെ കൃത്യമായിട്ട് എഴുതി വെക്കുക, പഠിക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം.
ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കോശാംഗങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ ജോഡി സെൽ ഓർഗനൽസ് ഉണ്ടല്ലേ. നമ്മുടെ കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന കോശാംഗങ്ങൾ സെൽ ഓർഗനൽസ്, അവരുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? തെറ്റായ ജോഡി ഏതാണ്? റൈബോസോം മാംസ്യനിർമ്മാണ കേന്ദ്രം. നമുക്കറിയാം ഒരു കോശത്തിലെ മാംസ്യനിർമ്മാണ കേന്ദ്രം അല്ലെങ്കിൽ പ്രോട്ടീൻ ഫാക്ടറി എന്ന് വിളിക്കുന്നത് റൈബോസോമിനെയാണ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത് ലൈസോസോം കോശ വിഭജനത്തിന് സഹായിക്കുന്നു. കുട്ടികളെ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ? എന്താണ് ലൈസോസോം എന്ന് വിളിക്കുന്നത്? നമുക്കറിയാം നമ്മുടെ കോശത്തിലെ ആത്മഹത്യാ സഞ്ചികൾ എന്ന് വിളിക്കാറുണ്ട് അല്ലേ. നമ്മുടെ കോശത്തിലെ ആത്മഹത്യാ സഞ്ചികൾ എന്ന് വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ കോശത്തിലെ ഡൈജസ്റ്റീവ് ബാഗുകൾ എന്ന് വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ കോശത്തിലെ ആറ്റം ബോംബുകൾ എന്നൊക്കെ ആരെ വിളിക്കാറുണ്ട്? ലൈസോസോമിനെ വിളിക്കാറുണ്ട്. നമ്മുടെ കോശത്തിലേക്ക് ഏതെങ്കിലും അന്യവസ്തുക്കൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഈ ലൈസോസോമിനകത്ത് നിറച്ചു വെച്ചിരിക്കുന്ന ദഹനരസങ്ങളെ, എൻസൈമുകളെ പുറത്തേക്ക് ഒഴുക്കും. ഓക്കെ, നമ്മുടെ കോശത്തിലേക്ക് ഏതെങ്കിലും അന്യവസ്തുക്കൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കോശത്തിനകത്തുള്ള ലൈസോസോമുകൾ പൊട്ടിയിട്ട് അതിലുള്ള ദഹന എൻസൈമുകൾ പുറത്തേക്ക് വന്നിട്ട് അവരെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. സ്വയം പൊട്ടിപ്പോകുന്നുണ്ട്. ഇവരെ നമ്മൾ ആത്മഹത്യാ സഞ്ചികൾ എന്ന് വിളിക്കാറുണ്ട്. ഇവർ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ആ കോശം മൊത്തത്തിൽ നശിച്ചു പോകാറുണ്ട്. ഇവരെ ആറ്റം ബോംബുകൾ എന്ന് വിളിക്കാറുണ്ട്. ഇവരെ ഡൈജസ്റ്റീവ് ബാഗുകൾ എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റല്ലേ? തെറ്റാണ്. ഇനി മൈറ്റോകോൺട്രിയോൺ കോശത്തിലെ ഊർജ്ജ നിർമ്മാണവും സംഭരണവും ശരിയല്ലേ. നമ്മുടെ കോശത്തിലെ പവർ ഹൗസ് എന്ന് വിളിക്കാറുണ്ട് അല്ലേ. നമ്മുടെ കോശത്തിലെ ഊർജ്ജ നിർമ്മാണ കേന്ദ്രം അല്ലെങ്കിൽ ഊർജ്ജ വിതരണ കേന്ദ്രം എന്ന് വിളിക്കുന്ന ആരെയാണ്? പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് വിളിക്കുന്ന ആരാണത്? മൈറ്റോകോൺട്രിയാണ്. ATP നിർമ്മിക്കപ്പെടുന്നത് മൈറ്റോകോൺട്രിയയിലാണ്. നമുക്കറിയാം ഒരു കോശത്തിലെ ഊർജ്ജ നാണയം എന്ന് വിളിക്കുന്ന ആരെയാണ്? നമ്മളുടെ മൈറ്റോകോൺട്രിയ ATP ആണ്. ATP നിർമ്മിക്കപ്പെടുന്ന എവിടെയാണ്? മൈറ്റോകോൺട്രിയയിലാണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. അങ്ങനെയാണെങ്കിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കോശത്തിനുള്ളിലെ സഞ്ചാരപാത കറക്റ്റാണ്. ഒരു കോശത്തിനുള്ളിലെ പാസേജ് എന്ന് വിളിക്കാറുണ്ട്. ഒരു കോശത്തിനുള്ളിലെ സഞ്ചാരപാത. നമ്മുടെ ന്യൂക്ലിയസ് ഉണ്ടാക്കി വിടുന്ന പല കാര്യങ്ങളെയും കോശത്തിനകത്തോട്ട് കൊണ്ടുപോകുന്ന ആരാണ്? നമ്മളുടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അല്ലെങ്കിൽ അന്തർദ്രവ്യ ജാലികയാണ്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൻ്റെ മലയാളമാണ് അന്തർദ്രവ്യ ജാലിക. ഇവരെയാണ് ഒരു കോശത്തിലെ സഞ്ചാരപാത എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ കോശാസ്ഥികൂടം. എഴുതി വെച്ചോ, ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. കോശാസ്ഥികൂടം എന്ന് വിളിക്കുന്നതും ആരെ തന്നെയാണത്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തെയാണ്, അല്ലെങ്കിൽ അന്തർദ്രവ്യ ജാലികയാണ്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, നിങ്ങൾ ആൻസർ കമൻറ്റ് ചെയ്താൽ മതി. ഒരു കോശത്തിലെ ഊർജ്ജ ഇന്ധനം എന്ന് വിളിക്കുന്ന ആരെയാണ്? ആൻസർ കമൻറ്റ് ചെയ്യുക കേട്ടല്ലോ. ഒരു കോശത്തിലെ ഊർജ്ജ ഇന്ധനം എന്നറിയപ്പെടുന്ന എന്താണ്? എനർജി ഫ്യൂവൽ എന്ന് വിളിക്കുന്ന ആരാണ്? അല്ലെങ്കിൽ ഊർജ്ജ ഇന്ധനം എന്ന് വിളിക്കുന്ന ആരെയാണ്? അത് കൃത്യമായിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് കേട്ടോ. ശരി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. നിശബ്ദ വസന്തം എന്ന വിഖ്യാതമായ ശാസ്ത്ര പുസ്തകം രചിച്ചതാര്? നിശബ്ദ വസന്തം എന്ന വിഖ്യാതമായ പുസ്തകം, സൈലന്റ് സ്പ്രിംഗ്. ഓക്കെ, റേച്ചൽ കാർസൺ, ഫ്രാൻസിസ് ക്രിക്ക്, സ്റ്റീഫൻ ഹോക്കിങ്സ്, മസനോബു ഫുക്കുവോക്ക. ഒരുപാട് PSC എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിലൊന്നാണ്. നിശബ്ദ വസന്തം എന്ന വിഖ്യാതമായ പുസ്തകം രചിച്ചത് കുട്ടികളെ റേച്ചൽ കാർസൺ ആണ് അല്ലേ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ റേച്ചൽ കാർസൺ ആണ് നിശബ്ദ വസന്തം എന്ന വളരെ പ്രശസ്തമായ നമ്മുടെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് DDT വോണക്കുള്ള അല്ലേ. DDT വോണക്കുള്ള കീടനാശിനികളുടെ പാർശ്വവശങ്ങൾ പ്രതിപാദിക്കുന്ന വളരെ പ്രശസ്തമായൊരു പുസ്തകമാണ് നിശബ്ദ വസന്തം അല്ലേ. ഓക്കെ, അപ്പം ഈ DDT എങ്ങനെയാണ് പക്ഷികളെ ബാധിക്കുന്നത്? DDT എങ്ങനെയാണ് പക്ഷികളുടെ മുട്ടകളെ, DDT പക്ഷികളുടെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാറുണ്ട്? ആ പക്ഷികളിടുന്ന മുട്ടയുടെ ആ തോടിൻ്റെ കട്ടി കുറഞ്ഞു പോകാറുണ്ട്. അങ്ങനെ ഇടുന്ന മുട്ടകൾ പെട്ടെന്ന് തന്നെ പൊട്ടി നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പുസ്തകത്തിന് ശേഷമാണ് അമേരിക്കയിൽ DDT നിരോധിക്കുകയും ചെയ്തത്. സോ അത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയൊരു പുസ്തകമാണ് നിശബ്ദ വസന്തം. അപ്പോൾ അമേരിക്കയിൽ DDT നിരോധിക്കാൻ കാരണമായ പുസ്തകം എന്ന് PSC ചോദിച്ചാലും ആൻസർ എന്ത് തന്നെയാണ്? നിശബ്ദ വസന്തം എന്ന പുസ്തകം തന്നെയാണ്. ഇത് എഴുതിയത് റേച്ചൽ കാർസൺ ആണ്. ഇംഗ്ലീഷിൽ സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയും. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. കുറേ അഡീഷണൽ പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണ്. സോ കൃത്യമായിട്ട് ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക. ഓക്കെ, ട്രൂ യുവനോടൊപ്പം നിങ്ങൾ ചേരുക. നമ്മൾ നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. അപ്പോൾ ഇനി വരുന്ന ക്ലാസ്സുകളും കൃത്യമായിട്ട് കാണുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.